സാറ് മ്യൂട്ടാന്ന് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല. അല്ലല്ല, ഞാൻ മ്യൂട്ടല്ല, കേൾക്കില്ലേ? കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാം. കേൾക്കാം. ശരിയായില്ലേ? ശരിയായി സാറേ, ഇപ്പൊ ശരിയായി. നമുക്ക് പഞ്ചമസ്കന്ധം 2-ാം അധ്യായം 8-ാമത്തെ ശ്ലോകം ആരംഭിക്കാം അല്ലേ? പഞ്ചമസ്കന്ധം അധ്യായം 2 ശ്ലോകം 8. അതെ. ബാണാഭിമൗ ഭഗവതഃ ശതപത്രവക്ത്രൗ ശാന്താവമുഖരുചിരൗ അതിദിഗ്മദന്തൗ ക്ഷഫിവനേ വിചരന്ന വിദ്മ ക്ഷേമായ നോ ജഗതിയം തവ വിഘ്നോസ്തു. ബാണൗ ഇമൗ ബാണാവിമൗ, ഈ 2 അമ്പുകൾ. ബാണൗ ഇമൗ ബാണാവിമൗ, ഈ 2 അമ്പുകൾ ഭഗവതഃ, അങ്ങയുടെ ശതപത്രവക്ത്രൗ, താമരയാകുന്ന അമ്പുകൾ. ശതപത്രം താമര, പത്രം അമ്പ്. ശതപത്രപത്രൗ, താമരയാകുന്ന അമ്പുകൾ. ബാണൗ ഇമൗ ഭഗവതഃ ശതപത്രപത്രൗ. ഇവിടെ ഒരു സുന്ദരിയായ സ്ത്രീയെയാണ് കണ്ടത്. പക്ഷേ അതൊരു മുനിവരനായിട്ടുള്ള സങ്കല്പത്തിലാണ് ഇവിടെ ശ്ലോകങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. മുനിശ്രേഷ്ഠ എന്നുള്ള സംബോധന, മുനിവര്യ എന്നുള്ള ആ സംബോധന ഒരു മോഹിനിയാണ് എന്നുള്ള മട്ടിൽ ആണ് പറയുന്നതെങ്കിലും അവിടെ ഈ ഒരു സങ്കല്പത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവതഃ എന്ന് പുല്ലിംഗം തന്നെ പ്രയോഗിച്ചത്. സാറേ, എവിടെയായിരുന്നു പറയാവോ? കറക്റ്റ് കാണുന്നില്ല. പഞ്ചമസ്കന്ധം 2-ാം അധ്യായം 8-ാം ശ്ലോകം. ശരി സാറേ. ബാണാവിവൗ ഭഗവതഃ ശതപത്രപത്രൗ ശാന്താവപുംഖ രുചിരാവതിദിഗ്മദന്തൗ ശാന്തൗ അപപുംഖരുചിരൗ അതിദിഗ്മദന്തൗ. എല്ലാം ദിവചനത്തിലാണ്, 2 എണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. ശാന്തൗ അപുംഖരുചിരൗ അതിദിഗ്മദന്തൗ ശാന്താപുംഖരുചിരാവതിദിഗ്മദന്തൗ. ശാന്തങ്ങളാണ്. അപുംഖരുചിരൗ, പിടിയില്ലാത്തത് കൊണ്ട് സുന്ദരമായത്. പുംഖം എന്ന് പറഞ്ഞാൽ അമ്പിന്റെ കടക്കിൽ വെക്കുന്ന 2 ഈ പക്ഷികളുടെ ചിറക് കൊണ്ട് വെക്കുന്ന ഒരു പിടിയുണ്ട്. ആ പിടിക്കാണ് പുംഖം എന്ന് പറയുന്നത്. അപുംഖരുചിരവും, പിടിയില്ലാതെ തന്നെ അത് രുചിരമാണ്, മനോഹരമാണ്. ശാന്തവും അപുംഖരുചിരവും അതിതിക്മദന്തവും, അത്യധികം തീക്ഷ്ണമായ, അതിതിക്മങ്ങളായ ദന്തം. ദന്തം എന്ന് വെച്ചാൽ അറ്റം, മൂർച്ചയേറിയ അറ്റം. എന്റെ പേരാണ് ദന്തം. ഈ അമ്പുകളിലെ അഗ്രം നല്ല മൂർച്ചയുള്ളതാണ്.
ഈ അമ്പുകൾക്ക് പിടിയുമില്ല. താമരയാകുന്ന 2 അമ്പുകളാണ്. ബാണൗ ഇമൗ ഭഗവത ശതപത്രവത്തൗ ശാന്തൗ അപുംഖരുചിരൗ അതിതിക്മദന്തൗ. മുമ്പ് വില്ലിനെ കുറിച്ച് പറഞ്ഞു. പുരികങ്ങൾ വില്ലുകളാണ് എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. എങ്കിൽ ആ വില്ലിൽ തൊടുക്കാനുള്ള 2 അമ്പുകളാണ് 2 കണ്ണുകൾ. കണ്ണുകളെയാണ് ഇവിടെ അമ്പുകളായിട്ട് പറയുന്നത്. കണ്ണിന്റെ തൊട്ടു മുകളിലാണല്ലോ പുരികം. ആ പുരികത്തിൽ നിന്നും തൊടുത്തു വിടാനുള്ള 2 അമ്പുകളാണ് ഈ കണ്ണുകൾ. അതുകൊണ്ടാണ് ഭഗവത അങ്ങയുടെ താമരയാകുന്ന 2 അമ്പുകൾ ആകുന്ന ഈ ബാണങ്ങൾ ശാന്തങ്ങളാണ്, പിടിയില്ല, അറ്റം മൂർച്ചയുള്ളതുമാണ്. കണ്ണിന്റെ വിശേഷമാണ്. കണ്ണിനെ നോക്കിയിട്ടാണ് ഈ കൽപ്പനകൾ നടത്തിയിരിക്കുന്നത്. പിടിക്കാനുള്ള ഒരു പിടിയില്ലെങ്കിലും അത് മനോഹരമാണ്, സുന്ദരമാണ്. മൂർച്ചയുള്ള അഗ്രഭാഗങ്ങൾ ഉള്ളതാണെങ്കിലും അത് ശാന്തമാണ്. ഈ 2 ബാണങ്ങൾ കഫ്മൈ യുയുംക്ഷഫി ആരുടെ നേർക്കാണ് ഉപയോഗിക്കുന്നത്? കഫ്മൈ ആർക്കായിക്കൊണ്ട് യുയുംക്ഷഫി പ്രയോഗിക്കുന്നു. കഫ്മൈ യുയുംക്ഷഫി ആർക്കായിട്ടാണ് ഇത് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ 2 കണ്ണുകൾ എന്നല്ല, ഈ കണ്ണുകൊണ്ട് ആരെയാണ് നോക്കുന്നത് എന്നുള്ളൂ. ബാണം പോലെയുള്ള ഈ കണ്ണുകൾ കൊണ്ട് ആരെയാണ് നോക്കുന്നത്? ആരുടെ നേർക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഈ വനത്തിൽ സഞ്ചരിക്കുന്നത്? വനേ വിചരൻ നവിത്മ, വനത്തിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്നു. നവിത്മ, ഞങ്ങൾക്കറിയില്ല. ഈ കണ്ണുകൾ ആരുടെ നേരെ പ്രയോഗിക്കാനാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ സ്ത്രീയുടെ പക്ഷത്തിൽ ബാണം പോലെ ഞങ്ങളിലേക്ക് തുളച്ചു കയറുന്ന നോട്ടമാണ് നിന്റെ നോട്ടം. അത് ഞങ്ങളെ വശീകരിക്കും എന്നുള്ള ഉറപ്പാണ്. മുനിയുടെ പക്ഷത്തിൽ ശാന്തങ്ങളായ 2 കണ്ണുകൾ ഞങ്ങളുടെ നേരെ വരുന്നത് ഞങ്ങളോട് കാരുണ്യം കാണിക്കാൻ ആണോ എന്ന് ആശങ്ക. 2 പക്ഷത്തിലും ഈ ബാണങ്ങൾ, ഈ കണ്ണുകളാകുന്ന ബാണങ്ങൾ ക്ഷേമായ നോ ജഡധിയാം, നോ ക്ഷേമായ, ഞങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടിയാണോ, ഐശ്വര്യത്തിന് വേണ്ടിയാണോ? ജഡധിയാം നോ, മന്ദബുദ്ധികളായ ഞങ്ങൾക്ക് ഐശ്വര്യത്തിന് വേണ്ടിയാണോ? തവ വിക്രമോ അസ്തു, അങ്ങയുടെ ഈ വിക്രമം ജഡമതികളായ ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കണം, ഭവിക്കട്ടെ. ഈ നോട്ടം അത്രമാത്രമേ ഉള്ളൂ. ഈ നോട്ടം എന്നെ കണക്കറ്റ് വശീകരിക്കുന്നുണ്ട്. അമ്പുകൊണ്ട് തുളച്ചു കയറുന്നവരെയാണ് ഈ നോട്ടം. ഇത് ആരുടെ മേൽ നോക്കാനാണ് ഈ 2 കണ്ണി മുഖത്ത് വെച്ചിരിക്കുന്നത്? പുരികമാകുന്ന വളഞ്ഞിരിക്കുന്ന വില്ലിന്റെ നടുക്ക് തൊഴുത്തുവിടാനുള്ള 2 അമ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ ആ അമ്പാണെങ്കിലും അതിന്റെ അഗ്രമൂർച്ചയുള്ളതാണെങ്കിലും അതിന്റെ പിടി മനോഹരമാണ്, ശാന്തമാണ്. അഗ്രം ഇത് ആരുടെ നേർക്ക് ഉപയോഗിക്കുന്നു എന്ന് ഈ വനത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഞങ്ങൾക്കറിയില്ല. എഴുതിയായ ഞങ്ങൾക്ക് വിക്രമത്തിന് വേണ്ടിയാണോ ഈ കണ്ണുകൾ എന്ന് ഈ കണ്ണുകളെ സൂചിപ്പിച്ചുകൊണ്ട് വർണ്ണിച്ചതാണ്. ബാണാവിമൗ ഭഗവത ശതപത്രപത്രൗ ശാന്താവപുംഖരുചിരൗ അതിദിഗ്മദന്തൗ കഫ്മൈയുംക്ഷഫിവനേ വിചരന്ന വിദ്മ ക്ഷേമായ നോ ജദധിയം തവ വിക്രമോസ്തു. ബാണാവിമൗ ഭഗവത ശതപത്രപത്രൗ
ശാന്താവപുംഖരുചിരാവതിമദന്തൗ തസ്മൈ യുംക്ഷഫിബനേ വിചരന്ന വിദ്മ ക്ഷേമായ നോ ജഡധിയം തവ വിക്രമോസ്തു. ശിഷ്യാ ഇമേ ഭഗവത പരിതഃ പഠന്തി ഗായന്തി ഫാമ ഫരഹഫ്യമജഫ്രമീശം യുഷ്മച്ഛിഖാ വിലുളിതാഫുമനോഭിവൃഷ്ടീഃ സർവേ ഭജന്തൃഷിഗണാ ഇവ വേദശാഖാഃ. ശിഷ്യാഹ ശിഷ്യന്മാരാണ്, ഇമേ ഇവർ, ഭഗവത അങ്ങയുടെ, പരിതഃ ചുറ്റും നിന്ന്, പഠന്തി പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ ശിഷ്യന്മാരെ പോലെ തോന്നും ചുറ്റും നിന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ. ചുറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ മുരണ്ട് ശബ്ദമുണ്ടാക്കി പറന്നു കളിക്കുന്ന വണ്ടുകളെ നോക്കിയിട്ട് പറയുകയാണ്, ഈ വണ്ടുകൾ വേദം പഠിക്കാൻ വേണ്ടി അങ്ങയുടെ ചുറ്റും വന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി മുരളുകയല്ലേ? അങ്ങ് മുനിവര്യനാണല്ലോ, ശിഷ്യന്മാർ ധാരാളം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ വണ്ടുകൾ മുടിയിലുള്ള പൂക്കളുടെ പരിമളം കൊണ്ടാണ് വണ്ടുകൾ ചുറ്റും വന്ന് കറങ്ങി നടക്കുന്നത്. അത് സുന്ദരിയുടെ പക്ഷത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ മുനിവര്യന്റെ പക്ഷത്തിൽ വേദം പഠിക്കാൻ വന്ന ശിഷ്യന്മാരല്ലേ എന്ന് തോന്നി. ശിഷ്യ ഇമേ ഭഗവത പരിത പഠന്തി ഗായന്തി, അവർ പാടുകയും ചെയ്യുന്നുണ്ട് വണ്ടുകൾ. എന്താണ്? ഫാമവേദം. ഫരഹഫ്യം, രഹസ്യമായിരിക്കുന്ന ഫാമവേദത്തെ അജഫ്രം, എല്ലായ്പ്പോഴും രഹസ്യമായ ഫാമവേദത്തെ പാടുന്നു. ഈശം പരിത, ഈശനായ അങ്ങയുടെ ചുറ്റും. അങ്ങ് ഈശനാണ്, സർവശക്തനാണ്, എന്തിനും കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ചുറ്റും പാറി നടക്കുന്ന ഈ വണ്ടുകൾ ശിഷ്യന്മാരെ പോലെ സാമവേദം ചൊല്ലി നടക്കുകയല്ലേ? യുഷ്മത് ശിഖാവിരുളിതാഹം, യുഷ്മത് അങ്ങയുടെ, ശിഖ, ശിഖ എന്ന് പറയുമ്പോൾ മുടിക്കെട്ടെന്ന് പറയാം. പിന്നെ മുടിയുടെ പിൻഭാഗത്ത് കെട്ടിവെക്കുന്ന കുടുമയ്ക്കും ശിഖ എന്ന് പറയും. മുമ്പിലും പിമ്പിലും കുടുമ വയ്ക്കാറുണ്ട്, ആ കുടുമയ്ക്കും ശിഖ എന്ന് പറയും. മുനിയുടെ പക്ഷത്തിൽ കുടുമയാണ്, സുന്ദരിയായ സ്ത്രീയുടെ പക്ഷത്തിൽ മുടിക്കെട്ടുവാണ്. യുഷ്മശിഖ വിരുളിതാഹ, അതിൽ നിന്ന് വേർപെട്ടു പോയ സുമനോവൃഷ്ടി, സുമനഫ് എന്ന് വെച്ചാൽ പൂക്കൾ എന്നാണ്. നല്ല മനസ്സുള്ളവരെന്നല്ല, സുമന എന്ന് വെച്ചാൽ പുഷ്പങ്ങൾ എന്ന്. സുമനോവൃഷ്ടി എന്ന് വെച്ചാൽ പുഷ്പവൃഷ്ടി എന്ന്. അങ്ങയുടെ മുടിയിൽ നിന്ന് വളർന്നു വീഴുന്ന ഈ പുഷ്പവൃഷ്ടി കൊണ്ട് സർവേ ഭജന്തി, എല്ലാവരും ഭജിക്കുന്നു. ഋഷിഗണായിവ വേദശാഖാഹ, ഋഷിഗണങ്ങൾ എന്ന പോലെ, എല്ലാ വേദശാഖകളും എന്ന പോലെ ഋഷിഗണങ്ങൾ എല്ലാവരും അങ്ങയെ ഭജിക്കുന്നു. ഋഷീശ്വരന്മാർ വേദശാഖകളെ ആദരിക്കുന്നത് പോലെ അങ്ങയുടെ തലമുടിയിൽ നിന്നും താഴെ വീഴുന്ന പുഷ്പങ്ങളെ ജനങ്ങളെല്ലാവരും സ്വീകരിക്കും. ഋഷീശ്വരനായ അങ്ങയുടെ മുടിയിൽ നിന്നും താഴെ വീഴുന്ന പൂക്കളെ പ്രസാദം പോലെ എല്ലാവരും വേദശാഖകൾ പോലെ അതിനെ സ്വീകരിക്കും. സുന്ദരിയായ നിന്റെ മുടിയിൽ നിന്നും താഴെ വീഴുന്ന ഈ പൂക്കൾ നിന്നോടുള്ള പ്രേമാതിരേകം കൊണ്ട് എല്ലാവരും എടുത്ത് മണപ്പിച്ചു നോക്കും, നിന്റെ മുടിയിൽ ഇരുന്ന പൂവാണല്ലോ എന്ന് കണ്ട് അതിന്റെ മണമേറ്റിട്ടാണ് വണ്ടുകൾ ശിഷ്യന്മാരെ പോലെ ചുറ്റും പാറിപ്പറന്ന് കളിക്കുന്നത്. ശിഷ്യായിമേ ഭഗവത പരിത പഠന്തി ഗായന്തി ഫാമഫരഹഫ്യമജഫ്രമീശം യുഷ്മച്ഛിഖാവിരുളിതാ സുമനോഭിവൃഷ്ടിം സർവേ ഭജന്തൃഷിഗണാഃ ഇവ വേദശാഖാ. ശിഷ്യായിമേ ഭഗവത പരിത പഠന്തി ഗായന്തി ഫാമഫരഹഫ്യമജഫ്രമീശം
യുഷ്മച്ഛിഖാവിരുളിതാഫുമനോഭിവൃഷ്ടി സർവേ ഭജന്തിർഷിഗണായിവ വേദശാഖാഹം വാചം പരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മന്നരൂപമുഖരാം ശൃണവാമതുഭ്യം ലബ്ധാം കദംബരുചിരംഗവിടംഗബിംബേ ദിവ്യാമലാതപരിധി ക്വചവൽക്കലം തേ. വാചം പരം ചരണപഞ്ചരതിത്തിരീണാം. വാചം വാക്കിനി, വാചം പരം വാക്കിനെ മാത്രം, ചരണ പഞ്ചര തിത്തിരീണാം. ചരണം പാദം, പഞ്ചരം കൂട്, തിത്തിരി പക്ഷികൾ. കാലാകുന്ന കൂട്ടിലിരിക്കുന്ന ഈ തിത്തിരി പക്ഷികൾ നിന്റെ കാലാകുന്ന കൂട്ടിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷികളെ പോലെയാണ് നൂപുരങ്ങൾ. പാദസരങ്ങളെ കുറിച്ചാണ്. കാരണം ഈ പാദസരങ്ങൾക്ക് അവിടെ വിട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷികൾ കൂട്ടിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ഈ പാദസരങ്ങൾക്ക് അത് കെട്ടിവെച്ചിരിക്കുകയാണ്. കാല് വിട്ട് ദൂരോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂട്ടിലടച്ച കിളിയെ പോലെ ചരണപഞ്ചര തിത്തിരീണാം. ചരണമാകുന്ന പഞ്ചരത്തിലുള്ള തിത്തിരി പക്ഷികളുടെ, ഈ തിത്തിരി പക്ഷികളുടെ നൂപുരമാണ്. ബ്രഹ്മൻ അരൂപമുഖരാം. ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനമുള്ളവനെ, അരൂപമുഖരാഹ, രൂപമില്ലാതെ ശബ്ദത്തോടു കൂടിയ, ആളെ കാണാൻ പറ്റില്ല, ശബ്ദം അരൂപമുഖരാം ശൃണവാമ, കേൾക്കുന്നു, തുഭ്യം അങ്ങയുടെ. ഹേ ബ്രഹ്മൻ, തുഭ്യം ചരണപഞ്ചരജത്തിജീണാം അരൂപമുഖരാം വാചം പരം ശൃണവാമ. അല്ലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവനെ, ഒരു സുന്ദരി സ്ത്രീയെ കണ്ടിട്ട് സംബോധന ചെയ്യുന്ന ഇത് മുഴുവൻ, ഇതെല്ലാം ഒരു വേദാന്തപരമായ അർത്ഥത്തിൽ കൂടി എന്ത് ചെയ്യാം, ബോധ്യപ്പെടുത്തത്തക്ക മട്ടിലാണ്. കാൽ ചിലമ്പകളുടെ ശബ്ദമാണ് വാസ്തവത്തിലൂടെ കേൾക്കുന്നത്. അങ്ങയുടെ പാദ ആകുന്ന കൂട്ടിൽ വസിക്കുന്ന തിത്തിരി പക്ഷികളുടെ ശബ്ദം മാത്രം പ്രകടമായിട്ട് കേൾക്കാം, വേറൊന്നും കേൾക്കാൻ പറ്റില്ല. ശബ്ദിക്കുന്ന പക്ഷികളെ കാണുന്നതുമില്ല. കാരണം എന്താണ്? ഉടുത്തിരിക്കുന്ന വസ്ത്രം കൊണ്ട് പാദസരം മറഞ്ഞിരിക്കുക. കാലിന് കിലുക്കം കേൾക്കാം, പക്ഷെ എന്താണ്, പാദസരം കാണാനില്ല. അതുകൊണ്ടാണ് അരൂപമുഖരാം എന്ന് പറഞ്ഞത്. രൂപമില്ല, പക്ഷെ ശബ്ദം കേൾക്കാം. അങ്ങനെ പാദസരങ്ങളുടെ അന്തർഭാഗത്തുള്ള ആ കിലുക്കം ഞങ്ങൾ കേൾക്കുന്നു, പക്ഷെ പാദസരങ്ങൾ കാണുന്നില്ല. വാചം പരം, വാക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. ചരണപഞ്ചര തിത്തിരീണാം അരൂപമുഖരാം തുഭ്യം വാചം പരം ശൃണവാമ. അങ്ങയുടെ വാക്ക് മാത്രം. സ്ത്രീപക്ഷത്തിൽ അതെന്താണ്? പാദസരങ്ങളുടെ കിലുക്കമാണ്. പക്ഷെ മഹർഷിയുടെ പക്ഷത്തിലേക്ക് വരുമ്പോൾ അങ്ങയുടെ കാലുകളിൽ നിന്ന് പോലും ബ്രഹ്മവാചകമായ ഉപനിഷത്ത് ശബ്ദങ്ങൾ പുറപ്പെട്ടുകൊണ്ടേയിരിക്കാം. അങ്ങ് കാലിളക്കിയാൽ ഉപനിഷത്താണ് കേൾക്കുന്നത്. അത്രയ്ക്ക് മഹത്വമുള്ളവനാണ് അങ്ങ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലബ്ധാ കദംബരുചിരംഗവിടംഗബിംബേ. ലബ്ധ, ലഭിച്ചു. അംഗവിടംഗ, കദംബരുചി അംഗവിടംഗബിംബേ. അംഗവിടംഗമായ മനോഹരമായ നിതംബമണ്ഡലത്തിൽ, അംഗവിടംഗ ബിംബേ, വിടംഗം നിതംബം, അങ്ങയുടെ ശരീരത്തിലുള്ള നിതംബമണ്ഡലത്തിൽ, അരക്കെട്ടിൽ, അംഗത്തിൽ, ശരീരത്തിലുള്ള
കദംബരുചി, കദംബത്തിന്റെ കാന്തിയുള്ള, കദംബത്തിന്റെ മനോഹരമായ ശോഭയുള്ള ആ അംഗത്തിലുള്ള നിതംബമണ്ഡലത്തിൽ യസ്യാം അലാതപരിധി, യാതൊന്നിൽ അലാതപരിധി, അലാതം തീക്കൊള്ളിയാണ്, തീക്കൊള്ളിയുടെ പേരാണ് അലാതം എന്ന്. അലാത പരിധി എന്ന് വെച്ചാൽ തീക്കൊള്ളി കയ്യിൽ വെച്ച് ഒന്ന് കറക്കിയാൽ അതിന് പരിധിയുണ്ട്. എന്താണ്? ഒരു വട്ടത്തിൽ തീ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന തോന്നുന്നു. ഒരു സാമ്രാണി എടുത്താൽ മതി, അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് വട്ടം കറക്കിയാൽ അതിന്റെ തീ ഇങ്ങനെ വട്ടത്തിൽ റൗണ്ടിൽ തീ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് തോന്നുന്നു. അതിനെയാണ് അലാത പരിധി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കൊച്ച വൽക്കലത്തെ അങ്ങയുടെ വൽക്കലമാണോ ഇത്? നിതംബത്തിൽ കാണപ്പെടുന്ന ഈ അലാത കവചം അങ്ങയുടെ വസ്ത്രം തന്നെയാണോ? ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ടിനെ കുറിച്ചാണ് ഈ വർണ്ണിക്കുന്നത്. അരക്കെട്ടിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയുള്ള ഈ വസ്ത്രം, മനോഹരമായ കദംബകുസുമത്തിന്റെ ശോഭയുള്ള ഈ അരക്കെട്ടിലെ വസ്ത്രം, അതിന്റെ മീതെ ശബ്ദമുണ്ടാക്കി നല്ല പ്രഭയുണ്ടാക്കുന്ന ഒരു അരഞ്ഞാനെയാണ് അഗ്നിയായിട്ട് കൽപ്പിച്ചത്. ഈ ശോഭയുടെ മീതെ മണ്ഡലാകൃതിയിൽ കാണപ്പെടുന്ന ഈ അഗ്നിപ്രഭ എങ്ങനെയുണ്ടായി? വസ്ത്രത്തെ നിതംബത്തിന്റെ ശോഭയായിട്ട് കൽപ്പിച്ചിട്ട് വസ്ത്രം കാണാത്ത നിലയിൽ ചോദിക്കുകയാണ്, വൽക്കലം എവിടെ? വസ്ത്രം ഉടുത്തിട്ടില്ലേ? അവിടെ ഒരു തീ, എന്താണ്, ഒരു തീഗോളം പോലെ ഒരു ശോഭ മാത്രമേ കാണുന്നുള്ളൂ. അത് ഇവിടെ വൽക്കലം എന്ന് പറഞ്ഞത് ഋഷി എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ അവളെ സംബന്ധിച്ച് ഉടുത്തിട്ടുണ്ടോ അറിയാൻ കഴിയാത്ത മട്ടിൽ നേർത്ത ഒരു പട്ടുവസ്ത്രമാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത്. അത് കണ്ടാൽ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആശങ്കയാണ്. അത്രയ്ക്ക് നേർത്തതാണ്, അത്രയ്ക്ക് നേർത്ത ഒരു പട്ടുവസ്ത്രമാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത്. ഇത് ഋഷിയുടെ പക്ഷത്തിൽ എന്താണ്, ഒരു അലാതകത്തിന്റെ പരിധിയല്ലേ എന്ന് തോന്നിക്കത്തക്ക മട്ടിൽ. അപ്പൊ ഋഷിയുടെ പക്ഷത്തിൽ അലാതകമായി, സ്ത്രീയുടെ പക്ഷത്തിൽ വസ്ത്രമായും തോന്നിക്കുന്ന ഈ അരക്കെട്ട്, അതിലുള്ള ഈ നേർത്ത വസ്ത്രവും അതിന്റെ മുകളിലുള്ള അരഞ്ഞാണവും, ഇത് കണ്ടിട്ട് വസ്ത്രമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. വൽക്കലം, നിന്റെ വസ്ത്രം എവിടെ പോയിരിക്കുന്നു? വാചംബരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മന്നരൂപമുഖരാം ശുണവാമദുഃഖം ലബ്ധാകദംബരുചിരംഗവിടംഗബിംബേ ദിവ്യാം അലാതപരിധി കൃതവൽക്കലം തേ. വാചംബരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മന്നരൂപമുഖരാം ശുണവാമദുഭ്യം ലബ്ധാകദംബരുചിരംഗവിടംഗബിംബേ ദിവ്യാമലാതപരിധി കൃതവൽക്കലം തേ. കിം സംഭൃതം രുചിരയോർദ്വിജശൃംഗയോസ്തേ മധ്യേ കൃശോ വഹഫിയത്ര ദൃശ്യശ്രുതാമേ പങ്കോരുണ സുരഭിരാത്മവിഷാണ ഈദ് ഏനാശ്രമം സുഭഗമേ സുരഭീകരോഷി. കിം സംഭവം, എന്താണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്? രുചിരയോഹു, മനോഹരങ്ങളായിരിക്കുന്നു. വിജ എന്നുള്ള സംബോധനയാണ്. വിജ എന്നുള്ളത് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലാണ് വാക്കിവിടെ ഉപയോഗിക്കുന്നത്. 2 ജന്മം ഉള്ളത് കൊണ്ടാണ് ദ്വിജൻ എന്ന് വിളിക്കുന്നത്. ശൃംഗയോഹത്തെ, നിന്റെ ശൃംഗങ്ങളിൽ, ശൃംഗം ഇവിടെ കുചങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. കൊടുമുടി പോലെ ഉയർന്നിരിക്കുന്ന 2 കുചങ്ങൾ. അതുകൊണ്ട് കുചം എന്ന വാക്ക് ഉപയോഗിച്ചില്ല, ശൃംഗം എന്ന വാക്ക് ഉപയോഗിച്ചത്.
ഈ ശൃംഗം മുനിപക്ഷത്തിൽ ചേർക്കണം. അതിന് ശിഖരം അഗ്രം എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അത് സ്ത്രീപക്ഷത്തിൽ കുജം എന്നാകും, മുലകളായിട്ട് മാറും. എങ്ങനെയുള്ളതാണ്? രുചിരയോഹ ശൃംഗയോഹം, നല്ല സുന്ദരമായ മനോഹരമായ നിന്റെ കുറ്റങ്ങളിൽ മധ്യേ കൃഷോ, നടുഭാഗം ക്ഷീണിച്ചിരിക്കുക. കുജങ്ങൾ ഉള്ള മാറിടം വളരെ വലുതും അതിൻ്റെ താഴെയുള്ള വയറിന്റെ ഭാഗം ക്ഷീണിച്ചു പോകും. മധ്യേ കൃഷോ വഹഫി, വഹിക്കുന്നു. ഈ മധ്യഭാഗം കൊണ്ട് ഈ മുകൾ ഭാഗത്തെ താങ്ങി വഹിച്ച് നിലനിർത്തുകയാണ്. എത്ര യാതൊരിടത്ത് ദൃശിഹി ശ്രുതാമേ, ദൃശി എന്ന് വെച്ചാൽ ദൃഷ്ടി, മേ ദൃശി എന്റെ ദൃഷ്ടി, എത്ര യാതൊന്നിൽ ശ്രുതാഹ ആശ്രയിച്ചു നിൽക്കുക. എന്റെ കണ്ണ് നിന്റെ കുജങ്ങളിൽ ആശ്രയിച്ച് നിൽക്കണം. ഒറ്റ നോട്ടത്തിൽ അങ്ങോട്ട് പതിഞ്ഞ കണ്ണ് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതിലേക്ക് ആശ്രയിച്ച് നിൽക്കുകയാണ് എൻ്റെ ഈ രണ്ട് കണ്ണുകൾ. മധ്യേ കൃഷോ വഹഫി എത്ര ദിശി ശ്രുതാമേ പങ്കോരുണ. അരുണ പങ്കം എന്ന് വെച്ചാൽ കുങ്കുമത്തിന്റെ ചെളി. നിന്റെ ഈ മാരടത്തിൽ പൂശിയിരിക്കുന്നത് കുങ്കുമമാണ്. കുങ്കുമം കുഴച്ച് ദേഹത്തൊക്കെ പരത്തിയിട്ടുണ്ടാകും. പങ്കോ അരുണ, അരുണമായ ഈ ചെളി എന്നുവെച്ചാൽ കുങ്കുമച്ചാറ്. സുരഭിഹി, സുഗന്ധമുള്ളതാണ്. ആത്മവിഷാണ ഈദൃക്, ആത്മവിഷാണേ, അങ്ങയുടെ വിഷാണത്തിൽ, വിഷാണത്തിന് കൊമ്പ് എന്നാണ് അർത്ഥം. അത് ശൃംഗി എന്നുള്ള അർത്ഥത്തിലാണ് കൊമ്പെന്ന് ഉപയോഗിച്ചത്. ഇവിടെ ഈ നിന്റെ സ്ഥലങ്ങളിലുള്ള കുങ്കുമത്തെ കണ്ടിട്ട് അപൂർവമായ വാസനയുള്ള ഈ ചുവന്ന പൊടികൾ എന്താണ്? അതിന്റെ സൗരഭ്യവാപ്തിയിൽ ഹേ സുഭഗ, എന്റെ ആശ്രമത്തെ കൂടി മേ സുരഭീകരോഷി, ഏന മേ ആശ്രമം സുരഭീകരോഷി. അതുകൊണ്ട് എന്റെ ഈ ആശ്രമത്തെ കൂടി നീ സുരഭിയാക്കി മാറ്റിയിരിക്കണം. സംശയമാണ്. അതിനിടയ്ക്കാണ് രമാവ് പറഞ്ഞേച്ചാണ് ഒരു സുന്ദരിയെ വിവാഹം കഴിക്കാൻ ഭാഗത്തിന് കഴിച്ചോളൂ. അവളെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ അവളെ കുറിച്ചുള്ള ഒരു കമന്റാണ്, ഒരു വിചാരമാണ്. 10ഓളം ശ്ലോകത്തിലാണ് ഈ കമന്റ്. പക്ഷെ ഈ കമന്റിൽ നല്ല വേദാന്ത ചിന്തയുടെ പരിവേഷം കലർത്തിക്കൊണ്ടാണ് അവതരിപ്പിച്ചത്. അപ്പം കമന്റ് അടിക്കുന്നതിന് പോലും വേദാന്ത ഭാഷ്യത്തിലാണ് കമന്റ് അടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ട് എന്ത് ചെയ്യാണ് കമന്റ് അടിക്കുന്ന ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ഒരു ചിത്രം വരഞ്ഞു കാണിക്കാം. പക്ഷെ അതിൽ ഇദ്ദേഹം ഋഷി ആരാണ്? വ്യാസനാണ് വേദം. അദ്ദേഹം കണ്ടെത്തുന്നത് ആർഷതയുടെ ഒരു പരിവേഷങ്ങൾ ചേർത്തിട്ടാണ്. അതുകൊണ്ട് ഈ ഉന്മാദലഹരിയിൽ അടിമപ്പെടില്ല എന്ന്, അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിന്തയിൽ കൂടി ചേർത്ത് ഇതിനെ അവതരിപ്പിക്കുന്നത്. തന്നെയല്ല, ഇദ്ദേഹം തപസ്സിലുമാണ്. തപസ്സിലിരിക്കുന്ന ഒരാൾക്ക് ആ മട്ടിൽ കൂടി മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സ്ഥലങ്ങൾ നോക്കിയിട്ട് പറയുകയാണ്, ഏറ്റവും ഉന്നതമായ ഈ ശൃംഗങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ, അതിൽ നിറച്ചു വെച്ചിരിക്കുന്ന സാധനം എന്താണ്? എന്തോ അപൂർവമായൊരു സാധനം മാത്രമേ എനിക്ക് തോന്നുള്ളൂ അതിൻ്റെ അകത്ത്. കാരണം മധ്യഭാഗം, അത്ര കൃശമായ മധ്യഭാഗം, ഈ ഏറ്റവും വലിയ കുന്നുപോലെയുള്ള മാരണത്തെ താങ്ങി നിർത്തക്ക ഭാഗത്തിൽ കഷ്ടപ്പെട്ടിത് വഹിക്കുന്നെങ്കിൽ എന്തോ ഉത്കൃഷ്ടമായ രണ്ട് വിഷയങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇതിന് താങ്ങി നിർത്തുന്നത്. അല്ലെ പോട്ടെന്ന് വെച്ചുള്ളൂ. ഈ ശൃംഗങ്ങൾ നിമിത്തമാണ് ആ മധ്യപ്രദേശം എനിക്ക് കാണാൻ സാധിച്ചത്. ഈ സ്ഥലങ്ങളിൽ കുങ്കുമുണ്ട്. അത് കണ്ടിട്ട് അതിന്റെ സൗരഭ്യത്തിൽ ഈ ആശ്രമം കൂടി സുരഭ്യമാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് മുനിയുടെ പക്ഷത്തിൽ മുനിയുടെ ശൃംഗമാണ്, ശിരഫാണ്. ആ ശിരഫ് എന്ത് ചെയ്യാണ്? ഈ മുനിയുടെ ശോഷിച്ച വയറ് ആ മുകളിലത്തെ ഭാഗമായി ശിരഫിനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്.
ആ ശിരഫിൽ കുങ്കുമം ലേപനം ചെയ്തിട്ടുണ്ട്. അതിന്റെ സുഗന്ധം ഈ ആശ്രമത്തെ മുഴുവൻ സുഗന്ധപൂരിതമാക്കി മാറ്റിയിരിക്കുന്നു. ഇതെന്താണ് ഈ ശിരസിൽ ഇത്രമാത്രം നിറച്ചു വെച്ചിരിക്കുന്നത്? അറിവിന്റെ ഒരു ഭണ്ഡാകാരമാണ് അങ്ങെന്ന് തോന്നിക്കുന്നു എന്ന് ജഡമതിയായി ദേഹം അഭിനയിച്ചുകൊണ്ട് ഇവളെ ഒന്ന് സ്തുതിക്കുക. കിം സംഭൃതം രുചയോർദ്വിജശൃംഗയോസ്തേ മധ്യേ കൃശോ വഹഫിയത്ര ദിശശ്രുതാമേ പദ്മോരുണഃപുരഭിരാത്മവിഷാമ ഈദൃക് ഏനാശ്രമം സുഭഗമേ സുരഭീകരോഷി. കിം സംഭൃതം രുചിരയോർദ്വിജശൃംഗയോസ്തേ മധ്യേ കൃശോ വഹഫിയത്ര ദിശശ്രുതാമേ പദ്മോരുണഃപുരഭിരാത്മവിഷാമ ഈദൃക് ഏനാശ്രമം സുഭഗമേ സുരഭീകരോഷി. ലോകം പ്രദർശയ സുഹൃത്തമതാവകം മേ യത്രത്യ ഉദ്ധമുരഫാവയവാവപൂർവൗ ആത്മവിധഫ്യമന ഉന്നയനോ വിഭർത്തി ബഹ്വത്ഭുതം ഫരഫരാഫുധാദിവക്ത്രേ. ലോകം പ്രദർശയ സുഹൃത്തമ. ലോകം എന്നുള്ളതിന് നോട്ടം. താവകം ലോകം അങ്ങയുടെ നോട്ടത്തെ അല്ലെങ്കിൽ അങ്ങയുടെ ലോകത്തെ. ഋഷിയുടെ പക്ഷത്തിൽ ലോകമാണ്, സ്ത്രീയുടെ പക്ഷത്തിൽ നോട്ടമാണ്. മേ എനിക്ക് പ്രദർശയ കാണിച്ചു തരും. നിന്റെ നോട്ടം എന്നിലേക്കൊന്ന് പതിയട്ടെ. അല്ലെങ്കിൽ ഹേ ഋഷീശ്വര, അങ്ങയുടെ പരമോന്നതമായ ലോകം എനിക്ക് കാണിച്ചു തരും. ലോകം പ്രദർശയ സുഹൃത്തമതാപകം മേ യത്രത്യ യാതൊരിടത്തുള്ള, യത്രത്യ യാതൊരു സ്ഥലത്തുള്ള, ഇത്തം പുരഫ അവയവാവപൂർവവും ഇപ്രകാരം യാതൊന്നിലുള്ള ജനങ്ങൾ ഇത്തം ഇങ്ങനെ ഉരഫ മാറിടത്താൽ അവയവപൂർവവും അവയവങ്ങൾ കൊണ്ട് അപൂർവങ്ങളായ അപൂർവവും മുമ്പ് കണ്ടിട്ടില്ലാത്ത അവയവങ്ങളോട് കൂടിയ അപൂർവവും അവയവവും. ഇങ്ങനെയുള്ള അവയവ സൗന്ദര്യം മാറിടത്താൽ ഇത്തം ഇങ്ങനെ അസ്പന്ദിതസ്യ മന ഉന്മയനവും വിഭക്തി ഞങ്ങളെ പോലെ ഉള്ളവരുടെ മനസ്സിനെ ഉയർത്തി ധരിക്കുന്നു. ബഹു അത്ഭുതം. ഇത് ഏറ്റവും അത്ഭുതമാണ്. പരഫ രാഫ സുധാധിപത്രെ. പരഫം രഫമ, രഫത്തോടു കൂടിയ, രാഫം വിലാഫം, വിലാസത്തിന്റെ സുധ ആദിയായവ വക്രേ നിന്റെ ചുണ്ടിലുണ്ട്, മുഖത്ത്, നിന്റെ വായിൽ നിന്നും അത് അനുഭവിച്ചറിയാൻ പറ്റും. സുഹൃത്തമ എന്നൊരു സംബോധനയായി. ഇപ്പം സുഹൃത്തുക്കൾ വെച്ച ഉത്കൃഷ്ടനായവൻ സുഹൃത്തമ. അങ്ങയുടെ ഈ ലോകം എനിക്ക് കാട്ടിത്തന്നു. താവകം ലോകം മേ പ്രദർശയ. എന്താ കാരണം? അത് കാണണമെന്നുള്ള കൗതുകം എനിക്കുണ്ട്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ എന്നെ പോലെയുള്ളവരുടെ മനസ്സിൽ വികാരമുണ്ടാക്കാൻ സമർത്ഥമാണ് നിന്റെ മാരടത്തിൽ കാണപ്പെടുന്ന ഈ അവയവ ഭംഗി. എന്നെ പോലെയുള്ളവരുടെ മനസ്സിനെ വികാരപ്പെടുത്താൻ പര്യാപ്തമാണ്. ഈ മാരടവും കുജവും കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത വികാരം എനിക്കുണ്ടാകുന്നുണ്ട്. അത്ഭുതാവഹവും മനോഹരവുമായ നിന്റെ വിലാസങ്ങൾ, അതുപോലെ അമൃത് പൊഴിക്കുന്ന നിന്റെ പുഞ്ചിരി, ഇതെല്ലാം കാണണമെന്നുള്ള ഒരു കൗതുകം ഉള്ളത് കൊണ്ടാണ്
ആ ലോകം എനിക്ക് കാട്ടിത്തരൂ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഒരു സുഹൃത്തിനെ പോലെ നിന്നെ കാണുക. ഋഷിയുടെ പക്ഷത്തിൽ ഒരു സുഹൃത്തായി തീർന്ന എനിക്ക് അങ്ങയുടെ ബ്രഹ്മലോകത്തെ ഒന്ന് കാണിച്ചു തരൂ. അപൂർവമാണ് ആ ലോകം. ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അവിടേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ട്. അത്ഭുതമുള്ളതാണ്, രസമുള്ളതാണ്, അമൃതുള്ളതാണ്. അങ്ങനെയുള്ള ആ ലോകത്തിലേക്ക് ഞങ്ങളെ കൂടി ഒന്ന് കൊണ്ടുപോകില്ലേ എന്ന് ഋഷിയോട് ചോദിക്കുന്നു. ഇത് സുന്ദരിയോട് അവളിലേക്ക് എന്നെ കൂടി പ്രവേശിപ്പിക്കുകയാണ്. ലോകം പ്രദർശയ സുഹൃത്തമതാവകം മേ യത്രത്യ ഇഷ്ടമുരഭാവേവ അവപൂർവൗ അസ്മദ്വിധസ്യമന ഉന്മയനൗ വിഭക്തി അത്ഭുതം പരസരാസകുധാരിവക്ത്രേ. ലോകം പ്രദർശയ സുഹൃത്തമതാവകം മേ യത്രത്യ ഇദ്ധമുരഭാവേവ അവപൂർവൗ അസ്മദ്വിധസ്യമന ഉന്മയനൗ വിഭക്തി അത്ഭുതം സരഫരാസസുധാരിവക്ത്രേ. കാവ ആത്മവൃത്തിര അദനാദ്ധവിരംഗവാദി വിഷ്ണോക്കലാഫ്യ നിമിഷോന്മകരൗ ച കർണൗ ഉദ്യുഗ്നമീനയുഗളം ദ്വിജപങ്ക്തിശോചി ആസന്നഭൃംഗനികരം പര ഇന്മുഖം തേ. കാവ എന്താണ്, എന്താകുന്നു ആത്മവൃത്തി? ആത്മവൃത്തി എന്ന് വെച്ചാൽ ഈ ജീവിതം കഴിച്ചു കൂട്ടാനുള്ള വൃത്തി, ഉപകരണം. എന്താണ്? ഭക്ഷണം, ആഹാര പദാർത്ഥം. എന്താണ് നീ കഴിക്കുന്നത്? കാവ ആത്മവൃത്തി. ആത്മവൃത്തിക്ക് ഇവിടെ ആഹാരം എന്ന് അർത്ഥം പറയാം, ഭക്ഷണ പദാർത്ഥം. അദനാത് ഹവിഹി അംഗ, അദനാത് ഹവിരംഗ ആത്മവൃത്തി. അദനാത്, അദനം ഭക്ഷിക്കും. അദനാത് ഭക്ഷിക്കുന്നത് കൊണ്ട് ഹവിഹി, ഹവിസ്. ഹേ അംഗ, ഉത്കൃഷ്ടനായവനെ, പൂജ്യനായവനെ. വാതി വീശുന്നു. ആത്മവൃത്തി അദനാത് ഹവിഹി വാതി. നീ കഴിക്കുന്ന ആഹാരമാകുന്ന ഹവിസിൽ നിന്നും ഒരു ഹവിസിന്റെ സുഗന്ധം ഇങ്ങനെ വീശി വരുന്നുണ്ട്. എന്ത് ഭക്ഷണമാണ് നീ കഴിക്കുന്നത്? നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു ഹവിസിന്റെ ഗന്ധമാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ആത്മവൃത്തി അദനാത് ഹവിഹി അംഗവാദി. വിഷ്ണുവിന്റെ കല അഫി അനിമിഷോന്മകരവും കലാഫ്യ അനിമിഷോന്മകരവും വിഷ്ണോഹു കല അഫി. നീ വിഷ്ണുവിന്റെ കല ആകുന്നു, അംശം ആകുന്നു. എന്താ കാരണം? അനിമിഷോന്മകരവും. അനിമിഷന്മാർ എന്ന് വെച്ചാൽ കണ്ണടയ്ക്കാത്തവരാ, ദേവന്മാർ. അനിമിഷന്മാരുടെ, ദേവന്മാരുടെ പോലെയുള്ള കരങ്ങളോട് കൂടിയ വിഷ്ണോഹു കല അഫി അനിമിഷ ഉന്മകരവും. അനിമിഷന്മാരുടെ ഉന്മകരം ചകർണവും, ചെവികൾ. ദേവന്മാരുടെ ഉന്നതമായ മകരം വെച്ചാൽ മത്സ്യം എന്നർത്ഥം. ഇത് കരല്ല, മകരമാണ്. മത്സ്യം. മത്സ്യം എന്ന് വെച്ചാൽ കാതിലിടുന്ന കുണ്ടലം, മകരത്തിന്റെ ആകൃതിയിലാണ് ദേവന്മാർ. ദേവന്മാരുടെ കുണ്ടലം പോലെയുള്ള രണ്ട് കുണ്ടലമാണോ നിന്റെ ഈ കർണങ്ങളിൽ ധരിച്ചിരിക്കുന്നത്? വിഷ്ണുവിന്റെ അംശമാണ് നീ. അതുകൊണ്ട് ദേവന്മാർ അവരുടെ കർണത്തിൽ അണിയുന്ന
മകരകുണ്ടലങ്ങൾ തന്നെയാണോ നിന്റെ കാതിൽ കിടക്കുന്നത്? വിഷ്ണോഹു കല അഫി അനിമിഷ ഉത്ത മകരൗച കർണവും അനിമിഷോന്മകരൗച കർണവും വിഷ്ണു കലാഫ്യനിമിഷോന്മകരൗച കർണവും ഉദ്വിഗ്നമീനയുഗളം ഉദ്വിഗ്നമായ ഭയപ്പെട്ടിരിക്കുന്ന രണ്ട് മത്സ്യങ്ങളോട് കൂടിയതും മീനയുഗളം ഉദ്വിഗ്നമായ രണ്ട് ഭയപ്പെട്ടിരിക്കുന്ന മത്സ്യങ്ങളോട് കൂടിയതും ദ്വിജപംക്തി ശോചി ദ്വിജപംക്തി പല്ലുകളുടെ കൂട്ടം. ദ്വിജം എന്നുള്ളതിന് പല്ലെന്നർത്ഥം. 2 പ്രാവശ്യം ജനിക്കുന്നതുകൊണ്ടാണ്. ആദ്യം ഉണ്ടാകും, അത് മുഴുവൻ പോയോ, പിന്നെ വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് പല്ലുകൾക്ക് ദ്വിജങ്ങൾ എന്ന് പേരുണ്ട്. ദ്വാഭ്യാം ജായതേ. ദ്വിജസമൂഹങ്ങളുടെ ശോഭയോട് കൂടിയതും ശോചി എന്ന് വെച്ചാൽ ശോഭയുള്ളതാണ്, ദുഃഖിക്കുന്നതല്ല. ആസന്നഭൃംഗനികരം ആസന്നം അടുത്തുള്ള ഭൃംഗനികരം വണ്ടിൻ സമൂഹത്തോട് കൂടിയതും വണ്ടിൻ സമൂഹം അടുത്തുള്ളതുമായ ഫര ഒരു പൊയ്ക പോലെ. ഇൻ മുഖം ഇത്ത് എന്ന് വെച്ച പോലെ എന്ന്. ഫരഹ ഇത്ത് ഒരു പൊയ്ക പോലെ. തേ മുഖം നിന്റെ മുഖം. നിന്റെ മുഖം കണ്ടാൽ ഒരു പൊയ്ക പോലെ തോന്നി. പൊയ്കയുടെ ഒരു തടാകത്തിന്റെ സാദൃശ്യമുണ്ട് നിന്റെ മുഖത്തിൽ. കാരണം തടാകത്തിൽ മത്സ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി. നിന്റെ കണ്ണുകൾ മത്സ്യങ്ങളെ പോലെ ഭയപ്പെട്ട് ഓടിക്കളിക്കുന്നതാണ്. അതുപോലെ അധികം ദന്തനികരങ്ങളാകുന്ന ദന്തശബ്ദത്തിന് അല്ല, അവിടെ ദ്വിജശബ്ദത്തിന് പക്ഷി എന്ന് അർത്ഥമുണ്ട്. പക്ഷിന്നും പല്ലെന്നും അർത്ഥം. പക്ഷികൾക്ക് 2 ജന്മമുണ്ട്. ആദ്യം മുട്ടയിൽ, പിന്നെ മുട്ട വിരിഞ്ഞ്. പക്ഷികളൊക്കെ ആദ്യം ഉണ്ടാകുന്ന മുട്ടയിലാണ്. അതാണ് ഇരുന്ന് വിരിഞ്ഞ് പിന്നിലാണ് പക്ഷിയാണ് കുട്ടിയാകുന്നത്. പക്ഷിയാണ്. അപ്പൊ 2 ജന്മം ആർക്കുണ്ട്? പക്ഷികൾക്ക്. അതുകൊണ്ട് ദ്വിജം എന്ന വാക്കിന് ബ്രാഹ്മണരെന്നർത്ഥമുണ്ട്, പക്ഷി എന്നർത്ഥമുണ്ട്, പല്ലെന്നർത്ഥമുണ്ട്. നോക്കും, സന്ദർഭം അനുസരിച്ച് ഏത് നമുക്ക് സ്വീകരിക്കാം. ഇവിടെ എന്താണ്, നിന്റെ മുഖം ഒരു തടാകമാണ് എന്ന് തോന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പക്ഷികളാണ്. മുഖത്തെ കുറിച്ചാകുമ്പോൾ പല്ലുകളാണ്. അപ്പൊ തടാകത്തിലെ പക്ഷികളെ പോലെയുള്ള പല്ലുകൾ നിന്റെ മുഖത്ത് കാണാനുണ്ട്. അതുപോലെ ചുറ്റും പറന്നു കളിക്കുന്ന വണ്ടിൻ സമൂഹങ്ങൾ അതുപോലെയാണ് നിന്റെ മുടി. കറുത്തിരുണ്ട മുടി കണ്ടാൽ വണ്ടുകൾ പാറി അവിടെ കളിക്കുകയാണ് തോന്നുന്നത്. ഈ 3 വിദഗ്ധമായ ഉപമാനങ്ങൾ നിരത്തിയിട്ട് നിന്റെ മുഖം ഒരു തടാകം പോലെയല്ലേ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പം വിഷ്ണുവിന്റെ അംശമാണ് നീ. ഋഷിമാരൊക്കെ എങ്ങനെയാണ്? വിഷ്ണുവിന്റെ അംശമാണ്. അതേപോലെ ദേവന്മാരെ പോലെ മനോഹരമായ കർണങ്ങൾ ഉള്ളവരാണ് ഋഷിമാർ. ഋഷിമാരുടെ ഭക്ഷണ രീതി ഹവിസ് മാത്രമാണ്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഋഷിയുടെ പക്ഷത്ത് ചേർക്കാനും എന്നാൽ അതേ സമയത്ത് സുന്ദരിയായ ഇവളുടെ പക്ഷത്തിലേക്ക് ചേർക്കാനും. രണ്ടും അവളെ മനോഹരമായി ചേർക്കും. കാവാത്മവർത്തിരതനദ്ധവിരംഗവാദി വിഷ്ണു കലഫ്യർമിഷോന്മകരൗ ചകർണൗ ഉദ്വിഗ്നമീന യുഗളം ദ്വിജപങ്ക്തിശോചി ആസന്നഭംഗനികരം ഫര ഇമുഖം തേ. കാവാത്മവർത്തിരതനദ്ധവിരംഗവാദി വിഷ്ണു കലാഫ്യർമിഷോന്മകരൗ ചകർണൗ ഉദ്വിഗ്നമീന യുഗളം ദ്വിജപങ്ക്തിശോചി ആസന്നഭംഗനികരം ഫര ഇമുഖം തേ. യോസൗ ത്വയാം കരഫരോജഹതപതംഗോ ദിക്ഷു ഭ്രമൻ ഭ്രമത ഏജയത്തെ ക്ഷിണീമേ മുക്തം നതേ സ്മരസി വക്രജടാവരൂഢം
കഷ്ടോ നിലോഹരതിലം പട ഏഷ നീവി യോസൗ യാതെന്നാണോ ഇത് സ്വയാ നിന്നാൽ കര സരോജഹത കയ്യിലിരിക്കുന്ന താമരപ്പൂവിനാൽ അടിക്കപ്പെട്ട കരസരോജം കയ്യിലിരിക്കുന്ന താമരപ്പൂ അതുകൊണ്ട് ഹതമാവുക അടിക്കുക. പതംഗ പതംഗത്തിന് പക്ഷി എന്നാണ് സാധാരണ അർത്ഥം പറയുന്നത്. ഇവിടെ അതല്ല. സൂര്യനും പതംഗം എന്നർത്ഥമുണ്ട്. അതും ആകാശത്തിൽ കൂടി അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്നുണ്ടാണ്. ഇവിടെ അതിനെയല്ല, ഒരു പന്തിനെ ഉദ്ദേശിക്കുന്നു. പന്ത് സഞ്ചരിക്കുന്ന ഏരിയയാണ് അന്തരീക്ഷത്തിൽ കൂടി ആകാശത്തിൽ കൂടിയാണ്. ഒന്ന് തട്ടിവിട്ടാൽ അത് എന്ത് ചെയ്യും? ആകാശത്തിൽ ഓടിപ്പോകും. അതുകൊണ്ട് പതംഗത്തിന് പന്ത് എന്നർത്ഥം പറയാം. നമുക്ക് എന്ത് വൈദഗ്ധ്യമാണ് വാക്കുകൾക്കൊന്നും. അപ്പോൾ ഫരോജഹത പതംഗ, നിന്റെ കയ്യിലുള്ള താമരപ്പൂ കൊണ്ട് അടിക്കപ്പെട്ട യാതൊരു പന്താകട്ടെ, യോസൗ ത്വയാ കരസരോജഹത പതംഗോ ദിക്ഷു ഭ്രമൻ, ദിക്കുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പൊ അതുകൊണ്ടാണ് പന്ത് പറഞ്ഞത്. ദിക്ഷു ദിക്കുകളിൽ, ഭ്രമൻ സഞ്ചരിച്ചുകൊണ്ട്, ഭ്രമതഃ ഏജയത്തെ അക്ഷിണി, എന്റെ കണ്ണുകളെയും ഭ്രമിപ്പിക്കും. മേ അക്ഷിണി, എന്റെ കണ്ണുകളെ ഭ്രമതഃ ഭ്രമിപ്പിക്കുന്നു. ഏജയത്തെ, അതിലേക്ക് എത്തിച്ചേരുന്ന എന്റെ കണ്ണിനെയും ഭ്രമിപ്പിക്കും. നിന്റെ കൈകൊണ്ട് മുകളിലേക്ക് അടിച്ചുവിടുന്ന ഈ പന്ത് ചലിക്കുമ്പോൾ ആ പന്തിന് മാത്രമല്ല ചലനമെന്ന ഭ്രമം എന്റെ കണ്ണിനുണ്ട്. ഇത് കാണുമ്പോൾ എന്റെ കണ്ണ് ഭ്രമിച്ചു പോവുകയാണ് ഈ പന്തലി കാണുമ്പോൾ. മുക്തന്നത്തെ മനസ്സി വക്ര ജഡാവരൂഢം, മുക്തം അഴിഞ്ഞു കിടക്കുന്ന, മോചിച്ചിരിക്കുന്ന, പരഫി ഓർമ്മിക്കുന്നു, വക്രജടാവരൂഢം, നിന്റെ ഈ വക്രത്തിലേക്ക്, വക്രത്തെ മറച്ചിരിക്കുന്ന ജഡ, അവരൂഢം മറയ്ക്കപ്പെട്ട, നിന്റെ മുഖത്തെ മറച്ചിരിക്കുന്ന മുടി, പന്തടിച്ച് കളിച്ചപ്പോൾ മുടി അഴിഞ്ഞു, അഴിഞ്ഞു വീണ മുടി മുഖത്തേക്ക് ചിതറി വീണിട്ട് മുഖം മറച്ചിരിക്കുക. അതിൽ നിന്ന് നിന്റെ ഈ മുഖം മോചിക്കുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്കും. മുക്തം നതേ മനസ്സി വക്രജട അവരൂഢം കഷ്ടോ നിരോഹരതി, കഷ്ടമായിരിക്കുന്നു, ഈ കാറ്റ് ഹരിക്കുന്നു. ലംപടയേഷ നീവി, നീ ഉടുത്തിരിക്കുന്ന നേരിയ വസ്ത്രം ഒരു കാറ്റ് വന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഇളക്കി മാറ്റി. ഇപ്പൊ നിന്റെ അരക്കെട്ടിലെ വസ്ത്രം ഇല്ലാത്ത പോലെ തോന്നുക ഇല്ല, കാരണം കാറ്റ് വസ്ത്രം എന്ത് ചെയ്തു? അടിച്ചു മാറ്റി. അപ്പൊ ഈ വസ്ത്രം മാറിയപ്പോൾ നിന്റെ തുളക്കാമ്പുകളും നിന്റെ ജഖരവും ശരിക്കും എനിക്ക് കാണുന്നതായിരിക്കും. അത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. കഷ്ടമായിരിക്കില്ലേ ഇവിടെ? എന്താണ് ഇതൊരു കഷ്ടമായ ഒരു കാഴ്ചയാണെന്ന് സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. കഷ്ടവും അനിലോ ഹരതി ലംബട, ലംബടൻ അത്യാഗ്രഹത്തോടു കൂടിയവൻ, സ്ത്രീ ലംബടൻ എന്നൊക്കെ വിളിക്കുന്ന കൊണ്ടാണ്. ലംബടൻ എന്നുള്ള വാക്ക് സംസ്കൃതമാണ്. അപ്പം സ്ത്രീയിൽ ആസക്തി കൂടിയവനെയാണ് സ്ത്രീ ലംബടൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ലംബടനായിട്ട് ഏഷ ഈ നീവി മടിക്കുത്ത്, ആ നീവിയെ ഹരതി എന്ത് ചെയ്യുന്നു? വായു നിന്റെ തുണിക്കുത്തിനെ അപഹരിക്കുന്നു, നീ അറിയുന്നില്ല. നിന്റെ കയ്യിൽ ഉള്ള പന്ത് തട്ടി മുകളിലേക്ക് കളിച്ച് നീ ചാടിപ്പോകുമ്പോൾ മുടി അഴിഞ്ഞു പോകുന്നത്, അതുകൊണ്ട് മുഖം മറയുന്നത്, ആ ചാട്ടത്തിനിടയിൽ വസ്ത്രത്തിന്റെ മടിക്കുത്ത് അഴിയുന്ന ഒന്നും നീ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. യോഫൗ ത്വയാ കര സരോജഹത പതംഗോ
ദിക്ഷുഭ്രമൻ ഭ്രമത ഏജയത്തെ ക്ഷീണീമേ മുക്തം നതേ സ്മരസി വക്ത ജടാവരൂഢം നഷ്ടോനിലോ ഹരതിലംബള ഏഷ നീതി. ഈ ശ്ലോകം മുതൽ ഇത് സ്ത്രീയാണെന്ന് മാത്രം സ്ഥിരീകരിച്ചുകൊണ്ട് മുമ്പത്തെ ശ്ലോകം വരെയാണ് ഒരു ഋഷി എന്നുള്ള ഭാവന വന്നത്. ഇനി അതില്ല. അതിൽ നിന്ന് മാറി ഇവൾ ഒരു സുന്ദരിയായ സ്ത്രീയാണ് എന്നുള്ള മട്ടിൽ മാത്രം അവതരിപ്പിക്കുക. കരഫരോജഹതപതംഗോ ദിക്ഷുഭ്രമൻ ഭ്രമത ഏജയത്തെ ക്ഷീണീമേ മുക്തം നതേ പരസി വക്ത ജടാവരൂഢം കഷ്ടോനിലോ ഹരിതിലംബട ഏഷ നീതി. രൂപം തപോധന തപശ്ചരതം തപോഘ്നം ഏതത്തു കേര തപസാ ഭവതോപലബ്ധം ചത്തും തപോർഹഫിമയാഫഹമിത്രമഹ്യം കിം വാ പ്രസീദതി ഫവൈ ഭവഭാവനോമേ. ഒന്നുകൂടി തപോധന എന്ന് വിളിച്ച് ഉപസംഹരിക്കാം. തപസ് ധനമായിരിക്കുന്നവനെ, തപശ്ചരത തപസ്സിലേക്ക് സഞ്ചരിച്ചു പോകുന്നവരുടെ തപസ്സിനെ ഇല്ലാതാക്കുന്നതാണ് നിന്റെ രൂപം. തപോഘ്നം രൂപം. ആരെങ്കിലും തപസ്സിന് പോയി ഈ കാട്ടിലൂടെ നടന്നുപോയാൽ നിന്റെ രൂപം കണ്ടാൽ തപസ് മുടങ്ങി പോകും. നിന്നോട് ചേരാൻ ആഗ്രഹിക്കും. ഈ തപോധന തപശ്ചരതം തപോഘ്നം രൂപം. തപസ് ചെയ്യുന്ന ആൾക്കാരുടെ തപസ്സിനെ ഇല്ലാതാക്കുന്നതാണ് നിന്റെ രൂപം. ഹി എന്തെന്നാൽ ഏതത് തു ഇതാകട്ടെ കേന തപസാ ഭവതോ ബലം. ഏത് തപസ് കൊണ്ടാണ് ഈ സുന്ദരമായ ശരീരം കിട്ടിയത്? ഏന തപസ ഭവത ഉപലബ്ധം ഹി ഏതത്. ഇത്ര സുന്ദരമായ ശരീരം ഏത് തപസ്സനുഷ്ഠിച്ചിട്ടാണ് കിട്ടിയത്? ചത്തും തപോർഹഫി. ചത്തും ചരിതും സഞ്ചരിക്കുന്നതിനെ, ആചരിക്കുന്നതിനെ, തപോ ഈ തപസ് ആചരിക്കുന്നതിനെ അർഹഫി അർഹിക്കുന്നു. മയാഫഹമിത്ര. ഹേ മിത്രമേ, എന്നോടൊപ്പം ഈ തപസ് ചെയ്യാൻ ആഗ്രഹിക്കും. ഇനിയും നിന്റെ കൂടെ ഞാനും ഉണ്ടാകും. നമുക്ക് ഒന്നിച്ച് തപസ് ചെയ്യാം. മഹ്യം എനിക്കായിക്കൊണ്ട്. കിംവാ പ്രഫീദതി സന്തോഷിക്കില്ലേ? ഭവൈ ഭവഭാവനോമേൻ. ഭവഭാവനായ സംസാരത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ആ ഭഗവാൻ അങ്ങ് എന്റെ നേരെ പ്രസാദിക്കില്ലേ? തപസ് ചെയ്യുന്നവരുടെ തപസ്സിനെ മുടക്കാൻ സാമർഥ്യമുള്ളതാണ് നിന്റെ ഈ സ്വരൂപം. എന്ത് തപസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സുന്ദരമായ ശരീരം കിട്ടിയത്? നിന്നോടൊന്നിച്ച് ഈ തപസ് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കും. എനിക്കും ഇങ്ങനെ രൂപം കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇത്രത്തോളവും മഹർഷിമാരുടെ വട്ടിൽ പുല്ലിംഗത്തിൽ ഇത് പറഞ്ഞിട്ട്, അഥവാ സംസാരത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അങ്ങ് എന്റെ നേരെ പ്രസാദിച്ചതിന്റെ അടയാളമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ സുന്ദരിയെ എനിക്ക് ഭാര്യയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അനുഗ്രഹിക്കണം. രൂപം തപോധന തപശ്ചരതം തപോഘ്നം ഹേതത്തുകേന തപസാ ഭവതോ ഉപലബ്ധം ചത്തും തപോർഹഫിമയാ ഫഹമിത്രമഹ്യം കിം വാ പ്രസീദതി ഫവൈ ഭവഭാവനോമേൻ. രൂപം തപോധന തപശ്ചരതം തപോഘ്നം ഹേതത്തുകേന തപസാ ഭവതോ ഉപലബ്ധം ചത്തും തപോർഹഫിമയാ ഫഹമിത്രമഹ്യം കിം വാ പ്രസീദതി ഫവൈ ഭവഭാവനോമേൻ. തത്വം ത്യജാമി ദൈതം ദ്വിജദേവദത്തം യസ്മിന്മനോ ദൃഗപിനോ ന വിഹനോ വിയാതിലഗ്നം മാം ചാരുശൃംഗർഹഫി നേതുമനുവ്രതം തേ ചിത്തം യത പ്രതിഫലന്തു ശിവ സഹിഭ്യ. നത്വം ത്യജാമി, നിന്നെ ഉപേക്ഷിക്കുന്നില്ല. ദൈതം ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല. ദ്വിജദേവദത്തം, ബ്രഹ്മാവിനാൽ എനിക്ക് ദാനം ചെയ്ത് കിട്ടിയതാണ് നീ. കാരണം ബ്രഹ്മാവ് പറഞ്ഞു വെച്ചാണല്ലോ, ബ്രഹ്മാവിന് ദാനം ചെയ്ത് കിട്ടിയത് ദ്വിജദേവദത്തമായി നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. യസ്മിൻ യാതൊന്നിൽ മനോ മനസ്സും ദൃഗവി കണ്ണും നോ ഞങ്ങളുടെ മനസ്സും എന്താ കണ്ണും അവിടുന്ന് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. എന്റെ കണ്ണും എന്റെ മനസ്സും നിന്നിൽ തന്നെ ഉടക്കിയിരിക്കുന്നു. എന്നാ വിയാതി വേർപെടുന്നില്ല.
യസ്മിൻ മനോ ദൃഗപി നോ ഞങ്ങളുടെ ന വിയാതി. വിയാതി വേർപെടുക, ന വിയാതി വേർപെടുന്നില്ല, ലഗ്നം പതിഞ്ഞുപോയത്. നിന്നിൽ പതിഞ്ഞുപോയ എന്റെ മനസ്സും കണ്ണും എനിക്ക് അവിടുന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. മാം ചാരുശൃംഗി അർഹഫി, ചാരുശൃംഗി അർഹഫി. ഹേ മനോഹരമായ സ്തനങ്ങളുള്ളവളെ സുന്ദരി. ചാരുശൃംഗി, ശൃംഗം എന്ന വാക്ക് മുമ്പും സ്തനത്തിന്റെ അർത്ഥത്തിൽ ഉപയോഗിച്ചു. അർഹഫി നേതു മനോവ്രതം തേ, നിന്നോടൊപ്പം വ്രതങ്ങൾ ആചരിക്കാൻ എന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ നീ അർഹിക്കുന്നവളാണ്. ചിത്തം യത പ്രതിഫലന്തു ശിവ ഫജിവ്യം. ചിത്തം എന്റെ മനസ്സ് യതഃ യാതൊന്നിൽ നിന്നും പ്രതിഫലന്തു അനുകൂലമായിട്ട് നിന്റെ അരികത്തേക്ക് വരട്ടെ. ശിവാഹ ഫജിവ്യ ശിവങ്ങളായ മംഗളകരങ്ങളായ അകമ്പടികൾ പ്രതിഫലന്തു അനുകൂലമായിട്ട് അരികത്തുണ്ട്. നിന്നോട് കൂടിച്ചേരാൻ അനുകൂലമായ അകമ്പടികൾ എന്താണ്? കാറ്റ്, വസന്ത ഋതു, മനോഹരമായ ഇഷ്ടമുള്ള മണമുണ്ടാക്കുന്ന പൂക്കൾ, ഇതെല്ലാം അകമ്പടികളാണ്, കാമന്റെ അകമ്പടികളാണ്. അവരൊക്കെ മംഗളമായി കൂടെ വരട്ടെ. ബ്രഹ്മദേവൻ എനിക്ക് നൽകിയ ഒരു പ്രിയപ്പെട്ട വസ്തുവായി നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. എന്റെ മനസ്സും കണ്ണും നിന്നെ ഉടക്കിപ്പോയിക്കും. ഇത് രണ്ടും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹേ മനോഹരമായ സ്ഥലങ്ങളുള്ള സുന്ദരി, നിന്റെ മനസ്സ് എന്തിനെ ആഗ്രഹിക്കുന്നു അതിനെ അനുസരിക്കുന്ന എന്നോട് യോജിപ്പിക്കേണ്ടത് നിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് നിന്നോട് ഒരുമിച്ച് എല്ലാവരും അനുകൂലങ്ങളായിട്ട് എന്റെ അരികത്ത് വന്നുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ച് അത് ഉപസംഹരിക്കാൻ ആവാക്കും. നത്വാം ത്യജാമി ദൈതം ദ്വിജദേവദത്തം യസ്മിൻ മനോദൃഗപിനോ നവിയാതിലഗ്നം മാം ചാരുശൃംഗ്യർഹഫിനേതു മനോവ്രതം തേ ചിത്തം യത പ്രതിഫലന്തു ശിവ സചിവ്യ. നത്വാം ത്യജാമി ദൈതം ദ്വിജദേവദത്തം യസ്മിൻ മനോദൃഗപിനോ നവിയാതിലഗ്നം മാം ചാരുശൃംഗ്യർഹഫിനേതു മനോവ്രതം തേ ചിത്തം യത പ്രതിഫലന്തു ശിവ സചിവ്യ. അത്രയും അവിടെ തിരട്ടം ചേർച്ചെടുത്താണ് നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി ശ്രീശുഖൻ ബാക്കി കഥയിലേക്ക് പോകാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് ബാക്കി കഥ നോക്കാം. ഇത്രയും ഭാഗം വാസ്തവത്തിൽ ഭാഗവതം പഠിക്കാമെന്ന് തോന്നില്ല. ഒരു കാവ്യം, മനോഹരമായ ഒരു സുന്ദര കാവ്യം പഠിക്കുന്ന മട്ടിലെ നമുക്ക് തോന്നിക്കൊള്ളൂ. അങ്ങനെ ഈ 10 ശ്ലോകങ്ങൾ ശ്ലേഷാലങ്കാരത്തിന്റെ തൃശ്ശൂർ പൂരമാണല്ലോ സാറേ. അതെ അതെ അതെ, അതിന്റെ പൂരത്തിൽ അല്ലേ അല്ലേ ഈ പ്രിയവ്രതന്റെ ഈ തപസ്സിൽ കിട്ടിയ ഈ നിധിയെ എത്ര സുന്ദരമായ ഒരു കാവ്യാക്കി. 10 ശ്ലോകങ്ങളുടെ കാവ്യം. ഇത് ഭാഗവതം പഠിക്കാൻ തോന്നിയില്ലേ ഇത് വായിക്കുമ്പോ? ഏതോ ഒരു കാവ്യത്തിന്റെ ഒരു ഭാഗം വായിച്ചു പഠിക്കാന്ന് തോന്നിക്കൊള്ളു. അങ്ങനെ അതെ, ആ തപസ്സിൽ നിന്ന് ഉണരുമ്പോഴുള്ള ആ ഭ്രമവും അവിടുന്ന് പതുക്കെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് അവസാനം കൊണ്ട സത്യത്തിലേക്ക് വന്ന് നിർത്തുന്നതും അതെല്ലാം കൂടെ അതിമനോഹരമായ ഒരു അലങ്കാര പ്രചുരമായ ഒരു ഭാഗം. സുന്ദരമായ ഒരു ആവിഷ്കാരം. ഇതൊക്കെ ഭാഗവതത്തിലുണ്ടോ നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ ഭാഗവത്തെ കുറിച്ച് ഇങ്ങനെ ധരിച്ചിട്ടേ ഇല്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഭാഗവത്തിൽ, നമുക്ക് ആർക്കും അറിയില്ല. ഇതാരും പറയാറുമില്ല. നമ്മൾ പഠിച്ചു വന്നപ്പോഴല്ലേ ഇത്രയും ഇന്നത്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതെ അതെ അതെ. ശ്ലേഷം ഇത്ര ഭംഗിയായിട്ട് വേറെങ്ങും കണ്ടിട്ടില്ല. ഇത്ര ഒരുപോലെ ചേർക്കത്തക്ക മട്ടിൽ അത് ഒരു സുന്ദരിയും ഒരു ഋഷിയും അതാരം ഒരുപോലെ. അതെ. സാറേ, ഇതിന്റെ ആദ്യത്തെ കുറെ ശ്ലോകങ്ങളിലൊക്കെ ഈ പൂർവജിത്തി എന്ന് പറയുന്ന അപ്സരസ് ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാകാത്ത പോലെയല്ലേ അഗ്നിദ്ര മഹാരാജാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീയാണെന്നറിയാം, പക്ഷെ അത് താൻ തന്റെ മന്ദബുദ്ധിയിൽ മറച്ചു വെച്ചിട്ട് ഋഷിയെ പോലെ സംബോധന ചെയ്തതാണ്. അത് അദ്ദേഹം പറയുന്നത്. പഴയ ഋഷ്യശൃംഖനെ പോലെ സ്ത്രീയാണെന്നറിയാം. ഋഷ്യശൃംഖൻ അങ്ങനെയല്ലായിരുന്നു. അവിടെ തപസ്സിന് എണീറ്റ് തപസ്സിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഭാവം ഉണ്ടാവരുതല്ലോ എന്ന് കരുതി അവിടെ ഒരു ഋഷിയുടെ ഭാവത്തെ ആവിഷ്കരിച്ചത് മാത്രം. മനസ്സിലാവാത്ത പോലെ സംസാരിച്ചതാ. അത് തന്നെ.
അത് പഴയ ഋഷ്യശൃംഗന്റെ കഥയിൽ അങ്ങനെയല്ലേ, സ്ത്രീകളെ കണ്ട അദ്ദേഹത്തിന് സ്ത്രീകളാണെന്ന് അറിയില്ല, സ്ത്രീകളെ കാണിക്കാതെ ഒപ്പം കളിച്ചത്. അത് പക്ഷെ അറിയാതെ കണ്ടാണ്, ഇത് പക്ഷെ അറിഞ്ഞു തന്നെയാണ്. പക്ഷെ താൻ ഇപ്പോഴത്തെ തന്റെ അവസ്ഥ തപസ്സാണ്. അതിലൊരു സുന്ദരി സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ ഭാവന ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഒരു തപോധനന്റെ മട്ടിൽ കൂടി കണ്ടിട്ട് അപ്പൊ അവൾ വിചാരിക്കും, ഇയാൾ തപസ് ചെയ്യുന്ന ആൾ ഇങ്ങനെ എന്നെ കുറിച്ച് പറയുന്നല്ലോ, അതൊന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ചൊരു ടെക്നിക്ക് അത്രമാത്രം. ശരി സാറേ, ഒരു വ്യത്യസ്തമായ ഒരു അവതരണം. വ്യത്യസ്തമായ അവതരണം, അതെ, അത്ഭുതകരമായ ഒരു വ്യത്യസ്തമായ അവതരണം. ഇങ്ങനെ ഭാഗവതത്തിന്റെ അവതരണം നമുക്ക് അപൂർവമായിട്ടേ കാണാറുള്ളൂ. അല്ല, ഭാഗവത് ശരിക്കും പറഞ്ഞാൽ നമ്മള് കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ നമ്മള് പഠിക്കുന്ന പോലെ പഠിച്ചാലേ മനസ്സിലാവൂ. എന്നാലേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. അങ്ങനെ ചിലപ്പോ സാറ് പണ്ട് പ്രഹ്ലാദ ചരിതം പഠിപ്പിച്ചപ്പോൾ പ്രഹ്ലാദന്റെ ഒരു സ്തുതി, അതിനകത്തെ ഒരു വലിയ തത്വങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും പറയാൻ ആദ്യമായിട്ട് ആ ഭാഗത്തല്ലേ എല്ലാവരും ഈ നരസിംഹാവതാരത്തിന് ഭയങ്കര വർണ്ണാഭമായിട്ട് നരസിംഹം വരുന്നു. അതുമാത്രമായി ഈ വലിയ പ്രഹ്ലാദന്റെ ഉപദേശങ്ങളും തത്വോപദേശവും അതൊന്നും ആരും ശ്രദ്ധിച്ചു പോകുന്നേ ഇല്ല. അതെ, അല്ല ശരിക്കും ഇതൊക്കെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പഠിക്കാതെ പോയ എന്ത് നഷ്ടം, നഷ്ടമായി പോകാൻ. ശരിയാണ്, നമുക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് വിസ്തരിച്ച് പഠിക്കാൻ പറ്റിയെന്നുള്ള വലിയൊരു ഭാഗ്യമായി. അതും അതെ, ഒരു പ്രാവശ്യം ശരിക്കും പഞ്ചമസ്കന്ധ സാറ് പഠിപ്പിച്ചപ്പോ ഞങ്ങൾ അന്ന് ശങ്കരപുരത്ത് ഞാൻ മുഴുവൻ കേട്ടതാ. പക്ഷെ ഇപ്പൊ അത് വീണ്ടും കേൾക്കുമ്പോ പുതിയതായിട്ട് കേൾക്കുന്ന പോലെ അല്ല, ഇത് കേട്ടുപോയത് അങ്ങനെ തോന്നുന്നില്ല. ഭാഗവതത്തിന്റെ മാത്രം പ്രത്യേകത അത്. ഇതിന്റെ പ്രത്യേകത കേൾക്കും തോറും പുത്തനായി തോന്നും. അവിടെ എത്ര കേട്ടാലും ഭാഗവതം പുതിയതായിട്ടേ തോന്നുള്ളൂ. ഇതൊക്കെ പണ്ട് കേട്ടതാണെന്ന് തോന്നുകയില്ല. അതുകൊണ്ടല്ലേ ഭഗവാന്റെ 100 പ്രാവശ്യം ഭാഗവതം വായിച്ചു കേട്ടാലും നമുക്ക് മടുക്കാത്ത കൂട്ടം. അതെ, ശരിയാ. ഭാഗവതം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഓരോ കഥ കിടക്കണം, ഇത് ഞാൻ 2 പ്രാവശ്യം വായിച്ചതല്ലേ, പുസ്തകം മാറ്റി വെക്കുകയല്ലോ. ഇതങ്ങനെ ശരിയാ. ഇത് ഒരു പ്രാവശ്യം സാറന്ന് ഞങ്ങള് തുടക്കക്കാരായതുകൊണ്ട് വളരെ വിശദമായിട്ട് അന്നും ഇതുപോലെ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോൾ എല്ലാം പുതുമയാ. അതെ, ശരി. ഇവിടെ വ്യാസന്റെ കാവ്യഭംഗിയാണ് കൂടുതൽ. ശരിക്കും കാവ്യഭംഗിയാണ് ഇവിടെ കൂടുതൽ. മുനിയെയും സ്ത്രീയെയും കൂടെ ഉപമിച്ച് എടുക്കുന്നത് ഭയങ്കര പാടാണ്. ഒരു ഋഷികവിയുടെ സമസ്ത പൗരത്വം നമുക്ക് വ്യാസം കൂടി കാണാൻ പറ്റും. കാണുമ്പോ കാളിദാസനൊക്കെ എന്തിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ അന്ന് ഇത്രയും സാറ് അവിടെ ക്ലാസ് എടുത്തപ്പോ ഇത്രയും വിസ്തരിച്ചില്ലെന്ന് തോന്നുന്നു. കേൾക്കാത്ത പോലെ എനിക്കും തോന്നിയായിരുന്നു. ഒത്തിരി നാളായില്ലേ. 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം എന്താണ് 10, 40, 50 വയസ്സിൽ വീണ്ടും എടുത്ത് വായിച്ചാൽ അന്ന് കേട്ടവരല്ലോ അറിയാം. സത്യമാണ്, ഒരു ദിവസം ഒന്നും കേട്ട പോരാ അങ്ങനെ. അതുകൊണ്ടാണ് ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചതാ. കേട്ടവരാണെങ്കിൽ പോലും കുഴപ്പമില്ല. അതുകൊണ്ടായിരിക്കും പുരാണം എന്ന് പറയുന്നല്ലേ സാറേ? അതെ, പുരാഭിനവം എന്ന് പഴയതാണെങ്കിൽ എന്നും പുത്തനായിക്കൊണ്ടേയിരിക്കും. അതെ, ഈ വാക്ക് കൊണ്ടാണ് എന്നും ഉപയോഗിച്ചത്. അതിന് പുതുമ കിട്ടിക്കൊണ്ടേയിരിക്കും. അന്നത്തെ ക്ലാസ് നഷ്ടപ്പെട്ട സങ്കടം ഇപ്പൊ തീർന്നു സാറേ. ഇപ്പൊ തീർന്നു. ഓ, അത് ശരിയാ. അത് പോയല്ലോ എന്നൊരു വിഷമമാണ്. പക്ഷെ ഇപ്പൊ അത് കിട്ടി. അതെ, ഇവിടെ ബ്രഹ്മാവ് ബ്രഹ്മാവ് പറഞ്ഞയച്ചാ ശരിക്കും ഒരപ്സര സ്ത്രീയാണ്, സുന്ദരിയാണോ? അതെ അതെ അതെ, അതിന് വേണ്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഗാർഹിത്യം. കാരണം തപസ്സിന്റെ ഇടയ്ക്ക് ഗാർഹിത്യം സ്വീകരിക്കാൻ തയ്യാറായിട്ട് പോവാണ്. അല്ല, ഇവിടെ ഈ വർണ്ണനയൊക്കെ കേൾക്കുന്നില്ല. അല്ല, ഇവിടെ ഇപ്പൊ ഇത്രയും വിസ്തരിച്ചത് പ്രിയവ്രതനെ ഒരു ഗൃഹസ്ഥ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് സന്താന സമൃദ്ധി ഉണ്ടാക്കി. നമുക്ക് ബാക്കി കഥയിലേക്ക് പോകേണ്ട. അദ്ദേഹം അതിനില്ല, തയ്യാറുള്ള തപസ്സിന് പോയതാണല്ലോ. അതെ, അതാണ് ഇവിടുത്തെ ഈ സന്ദർഭം. പഞ്ചമത്തിന്റെ വിഷയം ഇതാണ്. അങ്ങനെ തപസ്സിന് പോയ ഒരാളെ വീണ്ടും തിരിച്ച് ഗാർഹസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന്
അതുകൊണ്ടാണ് അഗ്നീന്ദ്രനെ പ്രിയവ്രതനല്ല അഗ്നീന്ദ്രൻ. ഓക്കെ സാർ. അല്ല സാറിപ്പോ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഉത്താനവാദന്റെ കഥ ആദ്യം പറഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നത്. അതെ. ഒത്തപുത്രനാണ് ഇദ്ദേഹം, പക്ഷെ ഇദ്ദേഹം പോയതാണ്. ഓക്കെ സാർ, താങ്ക് യു. ശരി ശരി. ഇന്നിപ്പോ സംഹരിക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസത്തേക്ക്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സാർ. നമസ്തേ.